അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. +1 വിദ്യാർത്ഥികൾക്ക് അറബിക് ഓപ്ഷണൽ വിഷയത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട പുസ്തകമാണ് ഇത്. പ്രധാനപ്പെട്ട 5 യൂണിറ്റുകളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടത്. 3-ാമത്തെ യൂണിറ്റിൽ 3 പാഠങ്ങളും ബാക്കിയുള്ള യൂണിറ്റുകളിൽ 4 വീതം പാഠങ്ങളും ചേർന്ന് 19 പാഠങ്ങളാണ് ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത്. കവിതകളും കഥകളും ലേഖനങ്ങളും പ്രസംഗങ്ങളൊക്കെയാണ് ഈ യൂണിറ്റുകളിലൂടെ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. അറബിക് ഓപ്ഷണൽ ഒരു മെയിൻ പേപ്പറായതിനാൽ അറബി ഭാഷയിൽ കഴിവ് നേടാൻ ഉതകുന്ന രീതിയിൽ വളരെ ലളിതമായും രസകരവുമായിട്ടാണ് ഈ പാഠങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യമായി 1-ാമത്തെ യൂണിറ്റിൽ 4 പാഠങ്ങളിൽ ആദ്യത്തേത് പ്രകൃതിയെക്കുറിച്ച്, പ്രകൃതി ഭംഗിയെക്കുറിച്ചും ഈ ഭംഗിയുള്ള പ്രകൃതിയെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെക്കുറിച്ചൊക്കെ ഉണർത്തുന്ന രീതിയിൽ ഒരു കവിതയാണ്. ജമാലു സുൻഇൽ ബാരി, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഭംഗി എന്ന പേരിൽ ആധുനിക കാലത്തെ ലോകപ്രശസ്ത അറബി കവി അഹ്മദ് ഷൗക്കിയുടെ വരികളാണ്. കവിതയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 10-ൽ അഹ്മദ് ഷൗക്കിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. തഅരീഫുൻ ബിശ്ശാഇർ, കവിയെ പരിചയപ്പെടൽ. ഹുവ അഹ്മദ് ഷൗക്കി അലിയുബ്ന് അഹ്മദ് ഷൗക്കി, അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് അങ്ങനെയാണ്. അഷ്ഹറു ശുഅറാഇ ഫിൽ അസ്രിൽ ഹദീസ്, ആധുനിക കാലത്തെ അഷ്ഹറു ശുഅറായി, കവികളിൽ വെച്ച് ഏറ്റവും പ്രശസ്തനാണ്. ഷാഇറുൻ എന്ന പദത്തിൻ്റെ ജംആണ് ശുഅറാ. അഷ്ഹറു ശുഅറായി, കവികളിൽ ഏറ്റവും പ്രശസ്തനാണ്. ഫിൽ അസ്രിൽ ഹദീസ്, ആധുനിക കാലത്തെ. വയുലഖബു, അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നു. ലഖബ് എന്ന് പറഞ്ഞാൽ വിളിപ്പേര് അല്ലെങ്കിൽ സ്ഥാനപ്പേര്. അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നു ബി അമീരി ശുഅറായി, അമീറു ശുഅറാ എന്ന്, കവിരാജൻ എന്ന്. അമീറു ശുഅറാ അഹ്മദ് ഷൗക്കി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഉലിദ, ഇദ്ദേഹം ജനിച്ചത് ബി മിസ്ർ, മിസ്റിലാണ്, ഈജിപ്തിലാണ്. സന 1285 ഹിജ്രി, ഹിജ്റ 1285 അഥവാ 1868 1868 മീലാദിയയിലാണ് അദ്ദേഹം ജനിച്ചത്. വനശഅ ഫിഹ, മിസ്റിൽ തന്നെയാണ് അദ്ദേഹം വളർന്നതും. വതറബ്ബ ഫി മദാരിസിഹ, ആ മിസ്റിലെ സ്കൂളുകളിൽ വെച്ചാണ് അദ്ദേഹം തറബ്ബ, വിദ്യാഭ്യാസം നേടിയത്. വ അക്മല ദിറാസത്തഹു, തൻ്റെ പഠനം പൂർത്തീകരിച്ചത് ബി ഫറൻസ, ഫ്രാൻസിൽ ചെന്നുകൊണ്ടാണ്. ഫ്രാൻസിലെ മൂംബീലിയ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠനം പൂർത്തീകരിച്ചത്. വലഹു ആസാറുൻ ഷിറിയ, അദ്ദേഹത്തിന് ധാരാളം കവിത കൃതികളുണ്ട്. വഫീറ, ധാരാളം. ഫി ദീവാനിൻ കബീരിൻ, വലിയ കവിതാ സമാഹാരത്തിൽ, എല്ലാ കവിതകളെയും ഒരുമിച്ച് കൂട്ടപ്പെട്ടു ഒരു വലിയ കവിതാ സമാഹാരത്തിലാണ് അതുള്ളത്. ബി ഇസ്മി ഷൗക്കിയാത്ത്, ഷൗക്കിയാത്ത് എന്നാണ് ആ കവിതാ സമാഹാരത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ചേർത്ത് ഒരു ഒരു പോയം കളക്ഷൻസ് ഷൗക്കിയാത്ത് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വലഹു മസ്രഹിയാത്തുൻ ഷിഇരിയ, അദ്ദേഹത്തിന് ധാരാളം മസ്രഹിയാത്തുൻ ഷിഇരിയ, ഡ്രമാറ്റിക്കൽ പോയംസ്, നാടക കവിതകളുണ്ട്. വ മജ്മുഅത്തു മിനൽ അഅമാലിൻ നസ്രിയ, അദ്ദേഹത്തിന് ധാരാളം നസ്ർ, ഗദ്യസാഹിത്യത്തിലുള്ള തൻ്റെ വർക്കുകളുടെ ശേഖരമുണ്ട്. മജ്മുഅത്തുൻ, ശേഖരമുണ്ട്. മിനൽ അഅമാലിൻ നസ്രിയ, ഗദ്യ പ്രവർത്തനങ്ങളുടെ, അത് ഗദ്യസാഹിത്യത്തിൽ ധാരാളം കൃതികൾ അദ്ദേഹത്തിനുണ്ട്. ലമ്മനഹ കിതാബുഹു അൽ അസ്വാഖ്, അതൊക്കെ ചേർത്തിട്ട് അസ്വാഖു ദഹബ് എന്ന പേരിൽ ഒരു കിതാബ് ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ലമ്മനഹ, ആ കൃതികളെയൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, ഗദ്യസാഹിത്യ കൃതികളെയൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കിതാബുഹു, തൻ്റെ പുസ്തകമായ അസ്വാഖു ദഹബ് എന്ന പുസ്തകം. കവിതകളൊക്കെ ഷൗക്കിയാത്തും ഗദ്യസാഹിത്യങ്ങളൊക്കെ അസ്വാഖു ദഹബ് എന്ന പുസ്തകത്തിലും ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. തൗഫിയ, ഇദ്ദേഹം വഫാത്താകുന്നത് സന 1351 1351 ഹിജ്റ അഥവാ 1932
1932 മീലാദിയിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന ഈ ജമാലു സുൻഇൽ ബാരി എന്ന കവിതയുടെ ഒരു മളുമൂൻ ഉള്ളടക്കമെന്ന് പറയുന്നുണ്ട്. അതും കൂടെ വായിച്ചതിന് ശേഷം നമുക്ക് കവിതയിലേക്ക് പോകാം. മളുമൂനു ഷേരി, ഈ കവിതയുടെ കണ്ടൻസ്. ഹാദൽ മൻലൂമു, ഈ കവിത യഹ്തവി അല വസ്ഫി തബീഅത്തി സാഹിറ, യഹ്തവി ഉൾക്കൊള്ളിക്കുന്നുണ്ട് അല വസ്ഫി തബീഅ, പ്രകൃതി വർണ്ണനയുടെ മേൽ, അസാഹിറ മാസ്മരികമായ സുന്ദരമായ, കൽ മനാദിരിൽ ജസാബ ആകർഷണീയമായ ഒരുപാട് മൻലറുകൾ, സീനുകൾ, മൻദറിൻ്റെ ജമാണ് മനാദിർ, മനാദിറുൻ ജസാബ ആകർഷണീയമായ സീനുകൾ ഈ കവിതയിൽ വർണ്ണിക്കുന്നുണ്ട്. വൽ മഷാഹിദിൽ ജമീല സുന്ദരമായ പല രംഗങ്ങളും ഈ കവിതയിൽ വർണ്ണിക്കുന്നുണ്ട്. മഷഹദിൻ്റെ ജമാണ് മഷാഹിദ്, രംഗങ്ങൾ. അല്ലത്തി പ്രകൃതിയിലെ ഈ സുന്ദരമായ രംഗങ്ങളൊക്കെ തദുല്ലു അല ബദാഇ ആസാരിൽ ഖാലിഖ്, ഖാലിഖായ അള്ളാഹുവിൻ്റെ ആസാർ സൃഷ്ടികളുടെ ബദാഇൻ്റെ മേലറിയിക്കുന്നു, സൃഷ്ടിപരതയുടെ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ മേലറിയിക്കുന്നു. ബദിയത്തിൻ്റെ ജമാണ് ബദാഇ, സൗന്ദര്യം അല്ലെങ്കിൽ സൃഷ്ടിപരത, കല. അപ്പോൾ ഈ രംഗങ്ങളൊക്കെ തദുല്ലു അറിയിക്കുന്നുണ്ട് അല ബദാഇ ആസാരിൽ ഖാലിഖി, സൃഷ്ടാവിൻ്റെ സൃഷ്ടികളുടെ, അസറിൻ്റെ ജമ ആസാർ, സൃഷ്ടികളുടെ ബദാഇനെ സൗന്ദര്യത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രകൃതിയിലുള്ള ഈ സുന്ദരമായ ദൃശ്യങ്ങളൊക്കെ വ ആയാത്തിഹിൽ കൗനിയ പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളുടെ മേൽ അറിയിക്കുന്നുണ്ട്. വ അജാഇബി മാ ശക്കലത്തുഹു യദുൽ ഇൻസാൻ, മനുഷ്യൻ്റെ കൈകൾ രൂപപ്പെടുത്തിയെടുത്ത ഒരുപാട് അത്ഭുതങ്ങളെയും ഈ കവിതയിലൂടെ വർണ്ണിക്കുന്നുണ്ട്. അല വജിഹിൽ അർൾ, ഈ ഭൂലോകത്ത്. വകമ്മിൻ ഷുഅറ, എത്രയെത്ര കവികളാണ്, ഷായറിൻ്റെ ജമ ഷുഅറ. വ ഉദബ, എത്രയെത്ര സാഹിത്യകാരന്മാരാണ്, അദീബിൻ്റെ ജമ ഉദബ. വ കുത്താബിൻ, എത്രയെത്ര എഴുത്തുകാരാണ്, കാത്തിബിൻ്റെ ജമ കുത്താബ്. മഷ്ഹൂരീന, പ്രശസ്തരായ എത്രയെത്ര എഴുത്തുകാരും സാഹിത്യകാരും കവികളുമൊക്കെയാണ്. കത് ഹാമു, അവർ പകച്ചുപോയത്. ഹാമ എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാതെ പകച്ചുപോയത്. ബി ജമാലിഹ, ഈ പ്രകൃതിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട്. വത്തഗന്നൗ, പാടിപ്പോയത്. ബിഹുസ്നിഹ, ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച്. വകമ്മിൻ അഫ്രാദിൻ, എത്രയെത്ര ആൾക്കാരാണ്, ഫർദ് അഫ്രാദ് വ്യക്തികളാണ്. ദഅതുഹും അഫ്കാറുഹും, അവരുടെ ചിന്തകൾ വിളിച്ചത്. ഫിക്ർ, അഫ്കാർ ചിന്തകൾ, അവരുടെ ചിന്തകൾ ക്ഷണിച്ചത്. ഇല തഅമ്മുലി ഫിഹ, പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി അവരുടെ വരികളിലൂടെ, ചിന്തകളിലൂടെ ജനങ്ങളെ ക്ഷണിച്ചത്. വ തഖ്ദീസി ഖാലിഖിഹ, ഈ സുന്ദരമായ രംഗങ്ങൾ സൃഷ്ടിച്ച അള്ളാഹുവിനെ പരിശുദ്ധിയെ വാഴ്ത്താൻ, തഖ്ദീസ് പരിശുദ്ധിയെ വാഴ്ത്തുക, ആ സൃഷ്ടാവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ ജനങ്ങളെ ക്ഷണിച്ചത്. വ തഖ്ദീരി അളമത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ മഹത്വത്തെ പുകഴ്ത്താൻ, തഖ്ദീർ ചെയ്യാൻ, പുകഴ്ത്താൻ വിളിച്ചത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ കവിതയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. കവിതയുടെ വരികൾ ആദ്യം ശ്രദ്ധിക്കുക. പേജ് നമ്പർ 8. تلك الطبيعة قف بنا يا ساري حتى أريك بديع صنع الباري الأرض حولك والسماء اهتزتا لروائع الآيات والآثار ولقد تمر على الغدير تخاله والنبت مرآة زهت بإطاري حلو التسلسل موجه وخريره
كأنامل مرت على أوتاري ينساب في مخللة مبتلة منسوجة من سندس ونلاري وترى السماء لهيب في جنح الدجى منشقة عن عنهر وبحاري في كل ناحية سلكت ومذهب جبلان من صخر وماء جاري فالبدر ينظر من نوافذ منزل والشمس ثم مطلة من داري وكواكب الجوزاء تخطر في الربا والنسر مطلعه من الأشجار لم ألتمس عرض الحياة وإنما أقرلته في الله والمختار إن الصنيعة لا تكون كريمة حتى تقلدها كريم نجاري لم يبق غيرك من يقول وسونه سنه بحول الجواهد القهار. ഇനി നമുക്ക് കവിതയുടെ ആശയവും അർത്ഥവും മനസ്സിലാക്കാൻ ശ്രമിക്കാം. ജമാലു സുൻഇൽ ബാരി എന്നാണ് കവിതയുടെ ടൈറ്റിൽ. ജമാൽ എന്നാൽ സൗന്ദര്യം എന്നാണ്. സുൻഇ സൃഷ്ടിപ്പ്. അൽ ബാരി അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒന്നാണ്. സൃഷ്ടാവ് എന്നാണ് അർത്ഥം. അൽ ഖാലിഖ് എന്നാണ് അർത്ഥം. ജമാലു സുൻഇൽ ബാരി സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഭംഗി എന്നാണ്. ഒരു മുഖദ്ദിമയുണ്ട്, ആമുഖം. ഹാസിഹി തബീഅ അസാഹിറ, ഈ മാസ്മരികമായ പ്രപഞ്ചം, ഈ പ്രകൃതി, തഹ്ഫലു സമ്മേളിതമാണ്, ബി കസീരി മിനൽ മനാദിരി ജസാബ, ഒരുപാട് സുന്ദരമായ ആകർഷണീയമായ ദൃശ്യങ്ങളെ കൊണ്ട്. തഹ്ഫലു സമ്മേളിതമാണ്, ബി കസീരിൻ ധാരാളം, മിനൽ മനാദിരിൽ ജസാബ ആകർഷണീയമായ മൻദിറുകളെ കൊണ്ട്, ദൃശ്യങ്ങളെ കൊണ്ട്. വൽ മഷാഹിദിൽ ജമീല സുന്ദരമായ കാഴ്ചകളെ കൊണ്ടും സമ്മേളിതമാണ് ഈ സുന്ദരമായ പ്രകൃതി. ഇനി കവിതയുടെ ഒന്നാമത്തെ വരി. തിൽക തബീഅതു ഖിഫ് ബിനാ യാ സാരി. തിൽക തബീഅ, ആ പ്രകൃതി, ഈ കാണുന്ന ഈ പ്രകൃതി. ഇത് അഹമ്മദ് ഷൗക്കി ഇസ്താംബൂളിലേക്ക് പോയപ്പോൾ അവിടെയുള്ള സുന്ദരമായ കാഴ്ച കണ്ട് പാടിയതാണെന്നാണ് പറയപ്പെടുന്നത്. തിൽക തബീഅതു, ഈ പ്രകൃതി അല്ലെങ്കിൽ ആ പ്രകൃതി. ഖിഫ്, നിൽക്കൂ. വഖഫ യഖിഫു ഖിഫ്, വഖഫ എന്ന് നിന്നു, ഖിഫ് നിങ്ങൾ നിൽക്കൂ. ബിന നമ്മോടൊപ്പം നിൽക്ക്, യാ സാരി നടക്കുന്നവനെ. സാരി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക എന്ന, രാത്രി സഞ്ചരിക്കലാണ് ശരിക്കും സറ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇസ്രാ, രാത്രി സഞ്ചാരം. ഇവിടെ സാരി എന്നാൽ നടക്കുന്നവൻ എന്നേ അർത്ഥമുള്ളൂ. നടക്കുന്നവനെ അവിടെ ഒന്ന് നിൽക്ക്, നമ്മുടെ കൂടെ നിൽക്കൂ. ഈ പ്രകൃതിയില്ലേ, ഹത്ത ഉരീക്ക, അറ ഉരി കാണിച്ചു തരിക. ഹത്ത ഉരീക്ക, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് പറയുന്നത് അവിടെ നിൽക്ക് എന്ന്. എന്ത് കാണിച്ചു തരാൻ? ബദീഅ, അനശ്വരമായ അല്ലെങ്കിൽ തുല്യതയില്ലാത്ത
ഈ സൗന്ദര്യത്തെ, സുൻ ഇൽ ബാരി സ്രഷ്ടാവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ബദീഇനെ സൗന്ദര്യത്തെ കാണിച്ചു തരാൻ വേണ്ടി നിങ്ങളവിടെ നിൽക്കൂ. ഒന്നുകൂടെ പറയാം. തിൽക്ക തബീഅത്തു, ആ പ്രകൃതി, കിഫ് ബിന, നമ്മോടൊപ്പം നിൽക്കൂ, യാ സാരി, നടക്കുന്നവനെ അവിടെ നിൽക്കൂ. ഹത്ത ഉരീക്ക, ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. ബദീഅ സുൻ ഇൽ ബാരി, സ്രഷ്ടാവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ സൗന്ദര്യത്തെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. അൽ അർളു ഹൗലക, നിൻ്റെ ചുറ്റുമുള്ള അർള്, ഈ ഭൂമി. അതുപോലെ വസ്സമാഉ, മേലെയുള്ള ആകാശം. ഇഹ്തസ്സത, അത് രണ്ടും പ്രകമ്പനം കൊള്ളുകയാണ്, ചലിക്കുകയാണ്. ഇഹ്തസ്സ തഹറക, ചലിക്കുക അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളുകയാണ്. ലി റവാഇ, റായിയത്തിൻ്റെ ജമാണ് റവാഇ, സൗന്ദര്യം കൊണ്ട്. അൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളുടെ, ഈ ഭൂമിയിൽ കാണുന്ന ഈ ദൃഷ്ടാന്തങ്ങളുടെ സൗന്ദര്യം കൊണ്ട് ആകാശവും ഭൂമിയും പ്രകമ്പനം കൊണ്ടുപോവുകയാണ്. വൽ ആസാരി, അസർ, ആസാർ, സൃഷ്ടികൾ. ഈ കാണുന്ന സൃഷ്ടികളുടെയും ദൃഷ്ടാന്തങ്ങളുടെയും സൗന്ദര്യം കൊണ്ട് ആകാശവും ഭൂമിയും പ്രകമ്പനം കൊള്ളുകയാണ്. അതുകൊണ്ട് നിൽക്കൂ സഹോദര, നടക്കുന്ന ആളെ നിൽക്കൂ, ഞാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ സൗന്ദര്യത്തെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ. ചുരുക്കി പറഞ്ഞാൽ, കിഫ് അയ്യുഹൽ മാഷി വതഅമ്മൽ കലീല, നിൽക്കൂ അവിടെ, നമുക്ക് അല്പം ചിന്തിക്കാലോ. ഫി ഇബ്ദാ ഇല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്. അൽ അർളുല്ലതീ തഖിഫു അലൈന, നാം നിൽക്കുന്ന ഈ ഭൂമി. വസ്സമാഉ ഫൗക്കന, നമ്മുടെ മേലുള്ള ആകാശവും. ഖദിഹ്തസ്സത് ബിജമാലി ത്വബീഅ, പ്രകൃതിയുടെ സൗന്ദര്യം കണ്ട് പ്രകമ്പനം കൊള്ളുകയാണ്. ഇനി അടുത്ത വരി നോക്കാം. വലഖദ് തമുറു അലൽ ഗദീരി തഖാലുഹു, മറ യമുറു തമുറു, പാസ് ചെയ്യുക, വിട്ടുകിടക്കുക. നീ വിട്ടുകിടന്നാൽ, നീ നടന്നാൽ. അലൽ ഗദീരി, ഗദീർ എന്ന് പറഞ്ഞാൽ സ്ട്രീം, അരുവി. ആ അരുവിയുടെ അരികിലൂടെ നീ നടക്കുകയാണെങ്കിൽ, തഖാലുഹു തളുന്നുഹു, നിനക്കതിനെ തോന്നും. വന്നബത്ത, അവിടെയുള്ള ചെടികളെയും നിനക്ക് തോന്നും. മിർആത്തൻ, കണ്ണാടിയാണെന്ന്. സഹത്ത് ബി ഇത്വാരിൻ, ഇത്വാർ എന്ന് പറഞ്ഞാൽ ഫ്രെയിം, ഫ്രെയിം ചെയ്യപ്പെട്ട, വെട്ടിത്തിളങ്ങുന്ന, സഹത്ത് വെട്ടിത്തിളങ്ങുക, ഷൈൻ, ഫ്രെയിം ചെയ്യപ്പെട്ട് വെട്ടിത്തിളങ്ങുന്ന സുന്ദരമായ കണ്ണാടിക്കകത്ത് ഏതോ കലാകാരൻ വരച്ചു വച്ച, പെയിൻറ്റിൽ തീർത്ത എന്തോ ഒരു ചിത്രമാണെന്ന്, സാങ്കല്പികമാണെന്ന് തോന്നും. അത്രയും സൗന്ദര്യമാണ് ആ അരുവിയുടെ അരിക്. വലക്കത് തമുറു അലൽ ഗദീരി, നീ തോടിൻ്റെ അരികിലൂടെ, ആ അരുവിയുടെ അരികിലൂടെ നടക്കുകയാണെങ്കിൽ, തഹാലുഹു, ആ തോടിനെയും വന്നബത്ത്, അവിടെയുള്ള ചെടികളെയും നിനക്ക് തോന്നും. മിർആത്തൻ, ഒരു കണ്ണാടിയാണ്. സഹത്ത്, അത് വെട്ടിത്തിളങ്ങുന്നു. ബി ഇത്വാരിൻ, അതിൻ്റെ ഫ്രെയിമുകളെ കൊണ്ട്, സുന്ദരമായ ഫ്രെയിമുകളെ കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന കണ്ണാടിക്കകത്തുള്ള ചിത്രമാണെന്ന് നിനക്ക് തോന്നും. ഹുൽവു തസൽസുലി, അതിൻ്റെ ഒഴുക്ക്. ഹുൽവു തസൽസുലി, മധുരമായ ഒഴുക്ക്. ഹുൽവ്, മധുരമുള്ള, ആ തസൽസുൽ, ഒഴുക്ക്. മൗജുഹു, അതിൻ്റെ ഓളങ്ങൾ. വ ഖദീറുഹു, അതിൻ്റെ മർമ്മരങ്ങൾ. ഓളങ്ങളും മർമ്മരങ്ങളും, മർമറിങ് സൗണ്ട്, ആ ഒഴുക്കിൻ്റെ സൗണ്ട്, അതാണ് മർമ്മരം, അതിൻ്റെ ശബ്ദം, ഒഴുകുന്ന ശബ്ദം. അതും ക അനാമിലിൻ മറത്ത് അല ഔത്താരിൻ, ഔത്താർ എന്ന് പറഞ്ഞാൽ വീണക്കമ്പികൾ, വത്തറിൻ്റെ ജമ്മാണ്. അനാമിൽ, അന്മിലത്തിൻ്റെ ജമ്മാണ്, വിരൽ തുമ്പുകൾ. അപ്പോൾ ആ സുന്ദരമായി ഒഴുകുന്ന ആ ഒഴുക്കും അതിൻ്റെ ഓളങ്ങളും ആ മർമ്മരങ്ങളും ഒക്കെ ക അനാമിലിൻ, വിരൽത്തുമ്പ് പോലെ. മറത്ത്, നടന്ന, അല ഔത്താരിൻ, വീണക്കമ്പിയുടെ മേൽ നടന്ന വിരൽത്തുമ്പിൽ പോലെയുണ്ട്. വീണക്കമ്പിയുടെ മേൽ വിരൽത്തുമ്പുകൾ നടക്കുമ്പോൾ സുന്ദരമായ രീതിയിലുള്ള ശബ്ദം വരുന്നില്ലേ? അതുപോലെ ആ വീണക്കമ്പുകൾക്ക് പ്രത്യേക വൈബ്സ് വരുന്നുണ്ട്. അപ്പോൾ ഓളങ്ങളും ആ ശബ്ദങ്ങളും വീണക്കമ്പികളുടെ മേൽ വിരൽ തട്ടിക്കുമ്പോഴുണ്ട ആ ഓളങ്ങൾ പോലെയും ആ ശബ്ദങ്ങൾ പോലെയുമാണ്.
യൻസാബു ആ അരുവി ഒഴുകുന്നു. ഫി മുഹ്ലല്ലത്തിൻ മുബ്തല്ലത്തിൻ. മുഹ്ലല്ലത്തിൻ എന്ന് പറഞ്ഞാൽ നനഞ്ഞ മണ്ണിലൂടെയാണ് ഒഴുകുന്നത്. മുബ്തല്ലത്തിൻ കുതിർന്ന മണ്ണിലൂടെ, നനഞ്ഞു കുതിർന്ന മണ്ണിലൂടെയാണ് ആ അരുവികൾ ഒഴുകുന്നത്. എങ്ങനെയുള്ള മണ്ണാണത്? മൻസൂജത്തിൻ കോർക്കപ്പെട്ട, മിൻ സുന്ദുസിൻ വ നുലാരിൻ. സുന്ദുസ് എന്ന് പറഞ്ഞാൽ പച്ചപ്പട്ട്, ഗ്രീൻ സിൽക്ക്. നുലാർ എന്ന് പറഞ്ഞാൽ അദ്ഹബ്, ഗോൾഡ്, സ്വർണം. സ്വർണത്താലും പച്ചപ്പട്ടിനാലും നെയ്യപ്പെട്ട, മൻസൂജത്തിൻ നെയ്തെടുക്കപ്പെട്ട ആ പച്ച മണ്ണിലൂടെയാണ് ആ അരുവി ഒഴുകുന്നത്. അതുപോലെ വതറ നിനക്ക് കാണാം, അസ്സമാ അടുത്ത വരി, വതറ സമാ നിനക്ക് ആകാശത്തെ കാണാം. ലുഹൻ ലുഹാ സമയത്ത്, ഒരു 10-11 മണി സമയത്ത് നിനക്ക് കാണാം ആകാശത്തെ. വഫി ജുൻഹിസ് ദുജ, അതുപോലെ ദുജ എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ജുൻഹ് ഇരുട്ടിൻ്റെ ഉള്ളിൽ, കൂരിരുട്ടിൻ്റെ ഉള്ളിലും ലുഹാ സമയത്തുമൊക്കെ നിനക്ക് ആകാശത്തെ കാണാം. മുൻഷക്കത്തൻ കീറിയതായിട്ട്, അൻഹുരിൻ വ ബിഹാരിൻ പുഴകളിൽ നിന്നും കടലുകളിൽ നിന്നും. നെഹ്റിൻ്റെ മൻഹുർ പുഴകൾ, ബഹറിൻ്റെ ബിഹാർ. പുഴകളും കടലുകളും ഇങ്ങനെ കീറി വെച്ചതുപോലെ നിനക്ക് സുന്ദരമായ ആകാശത്തെ കാണാം. അപ്പോൾ അരുവിക്ക് സമീപം നിൽക്കുന്ന പച്ചപ്പുള്ള ആ പ്രദേശത്തെ വർണ്ണിച്ചു പാടി, അരുവിയുടെ ഒഴുക്കിനെ വർണ്ണിച്ച് പാടി, ആകാശത്തെ വർണ്ണിച്ച് അദ്ദേഹം പാടി. ഇനി അടുത്ത വരി, ഫി കുല്ലി നാഹിയത്തിൻ സലക്ത വ മദ്ഹബിൻ ജബലാനി മിൻ സഹ്രിൻ വ മാഇൻ ജാരിൻ. ഫി കുല്ലി നാഹിയത്തിൻ എല്ലാ ഭാഗത്തിലൂടെയും, സലക്ത നീ പ്രവേശിച്ചാൽ, വ മദ്ഹബിൻ ഏത് വഴിയിലൂടെ നീ പ്രവേശിച്ചാലും. സലക്കൻ്റെ അർത്ഥം ദഹല, മദ്ഹബിൻ വഴി, നാഹിയത്ത് ഭാഗം. അപ്പോൾ ഫി കുല്ലി നാഹിയത്തിൻ എല്ലാ ഭാഗത്തിലൂടെയും സലക്ത നീ പ്രവേശിച്ചാലും, വ മദ്ഹബിൻ ഏത് വഴിയിലൂടെ നീ പ്രവേശിച്ചാലും ഈ സ്ഥലത്ത് നിനക്ക് കാണാം ജബലാനി 2 പർവ്വതം, മിൻ സഹ്രിൻ പാറയാലും, വ മാഇൻ ജാരിൻ ഒഴുകുന്ന വെള്ളത്താലുമുള്ള 2 പർവ്വതം. അവിടെ പാറക്കെട്ടുകൾ കൊണ്ടുള്ള കുന്നുകളുണ്ട്. വ മാഇൻ ജാരിൻ ഒഴുകുന്ന വെള്ളം കൊണ്ടുള്ള നല്ല വെള്ളച്ചാട്ടമുള്ള ആ കുന്നുകളുണ്ട്. ഫൽ ബദ്രു യൻദുറു മിൻ നവാഫിദി മൻസിലിൻ. ഫൽ ബദ്രു അതാ അവിടെ ചന്ദ്രൻ, യൻദുറു നോക്കുകയാണ്, മിൻ നവാഫിദി മൻസിലിൻ വീട്ടിൻ്റെ ജനലിൻ്റെ ഉള്ളിലൂടെ. വീട്ടിൻ്റെ ജനലിൻ്റെ ഉള്ളിലൂടെ ചന്ദ്രൻ നോക്കും പോലെയുണ്ട്. അപ്പോൾ വീട്ടിൽ കയറി അങ്ങോട്ട് നോക്കിയാൽ ചന്ദ്രൻ ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കും പോലെയുണ്ട്. വശംസു സൂര്യൻ, സമ്മ അവിടെ, മുത്തില്ലത്തുൻ എത്തി നോക്കുകയാണ്. സൂര്യൻ മുത്തില്ലത്തുൻ എത്തി നോക്കുകയാണ്, മിൻ ദാരിൻ വീട്ടിൻ്റെ ഉള്ളിലൂടെ, വീട്ടിലേക്ക് എത്തി നോക്കുകയാണ്. വ കവാക്കിബുൽ ജൗസായി, ജൗസാ നക്ഷത്രം ഒരു നക്ഷത്രത്തിൻ്റെ പേരാണ്. കവാക്കിബുൽ ജൗസാ നക്ഷത്രം തഖ്തിറു തമായലു ചായുകയാണ്. ഫിറുബ കുന്നിലേക്ക്, റബുവത്തിൻ്റെ ജമ്മാണ് റുബ, കുന്നിലേക്ക് ചായുകയാണ് ജൗസാ നക്ഷത്രം. വൻ നസ്രു മറ്റൊരു നക്ഷത്രത്തിൻ്റെ പേരാ. നസ്രു നക്ഷത്രം മത്ലഉഹു അതിൻ്റെ ഉദയസ്ഥാനം മിനൽ അശ്ചാരി ആ മരങ്ങളിൽ നിന്നാണെന്ന് തോന്നുന്നു. അത്രയും ആ ഭാഗത്തുള്ള മരങ്ങൾ വെട്ടിത്തിളങ്ങുന്നുണ്ട് നക്ഷത്രത്തിൻ്റെ പ്രകാശത്താൽ. വക്കവാക്കിബുൽ ജൗസാ നക്ഷത്രം തഖ്തിറു ഫിറുബ ആ കുന്നുകളിലേക്ക് ചായുകയാണ്. വൻ നസ്രു നക്ഷത്രം മത്ലഉഹു അതിൻ്റെ ഉദയസ്ഥാനം മിനൽ അശ്ചാരി ആ മരങ്ങളിൽ നിന്നാണെന്ന് തോന്നുന്നു. അടുത്ത വരി, ലം അൽതമിസ് അറദൽ ഹയാതി വ ഇന്നമാ അഖറൽതുഹു ഫില്ലാഹി വൽ മുഖ്താരി. നേരത്തെ കഴിഞ്ഞ വരിക്ക് ശേഷം ഷൗക്കിയാത്തിൽ മറ്റു വരികൾ ഒരുപാട് കാണാം.
അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്ന സുന്ദരമായ പ്രകൃതിയുള്ള ആ സ്ഥലത്തിൻ്റെ ഇസ്ലാം വന്ന ചരിത്രവും മറ്റും സഹാബിമാരുടെ മദ്ഹുകളും നബിയുടെ മദ്ഹുകളൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, ലം അൽതമിസ് അറളൽ ഹയാത്തി വ ഇന്നമാ അക്റൽതുഹു ഫില്ലാഹി വൽ മുഖ്താരി. ലം അൽതമിസ് ഞാൻ തേടുന്നില്ല, അറളൽ ഹയാത്തി ജീവിതത്തിൻ്റെ സുഖത്തെ. ഈ പ്രകൃതിയെ വർണ്ണിക്കൽ കൊണ്ട്, ഈ സുന്ദരമായ പ്രകൃതിയെ വർണ്ണിക്കൽ കൊണ്ട് ഇവിടെയുള്ള ആസ്വാദനത്തെയല്ല ഞാൻ തേടുന്നത്. വ ഇന്നമാ അക്റൽതുഹു ഞാൻ ഈ കവിതയെ രചിക്കുന്നത്, അക്റൽതുഹു ഞാൻ എഴുതുന്നത് അല്ലെങ്കിൽ ഞാൻ രചിക്കുന്നത്, ഈ കവിത ഞാൻ രചിക്കുന്നത് പാടുന്നത് ഫില്ലാഹി അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന ആഗ്രഹത്തിലാണ്. വൽ മുഖ്താരി ആ മുഖ്താറായ പ്രവാചകൻ, അള്ളാഹ് തെരഞ്ഞെടുത്ത, മുഖ്താർ എന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരായ ആ പ്രവാചകനെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം എന്ന ആഗ്രഹത്തിലാണ്. അതുകൊണ്ട് ഈ സുന്ദരമായ ഈ പ്രദേശത്തെക്കുറിച്ചും അതിനെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടിപരതയെക്കുറിച്ചും ഇവിടേക്ക് ഇസ്ലാം വന്ന ആ ചരിത്രവും മുഖ്താറായ ആ പ്രവാചകനെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുക. ഇന്ന സ്വനീഅത്ത ലാ തകൂനു കരീമത്തൻ. ഇന്ന സ്വനീഅത്ത, സ്വനീഅത്ത് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അമൽ. ഏതൊരു പ്രവൃത്തിയും ലാ തകൂനു കരീമത്തൻ, അത് മാന്യമാവില്ല, കരീമത്താവൂല, മാന്യമാവൂല. ഏതുവരെ? ഹത്താ തുകല്ലിദഹ കരീമ നിജാരിൻ. ഹത്താ തുകല്ലിദഹ അതിനെ അനുവർത്തിക്കുന്നത് വരെ, അതിനെ പിൻപറ്റുന്നത് വരെ. കരീമ നിജാരിൻ, നിജാറിൻ്റെ അർത്ഥം അസ്ല്, അതിൻ്റെ ബൈസ് മാന്യമായ രീതിയിൽ, അതിൻ്റെ അടിത്തറ മാന്യമായ രീതിയിൽ അതിനെ മറ്റുള്ളവർ പിൻപറ്റുന്നത് വരെ ഏതൊരു അമലും നല്ലതാവില്ല, മാന്യമാവില്ല. ലം യബ്ക ഗൈറുക മൻ യഖൂലു അസൂനുഹു. അവസാനമായി അദ്ദേഹം പറയുന്നു, ലം യബ്ക ഗൈറുക്. അള്ളാഹുവിനോടാ പറയുന്നു, അള്ളാഹുവേ ലം യബ്ക ബാക്കിയില്ല ഇവിടെ, ഗൈറുക് നീയല്ലാതെ, മൻ യഖൂലു പറഞ്ഞ ആരും തന്നെ ബാക്കിയില്ല, അസൂനുഹു ഞാനിതിനെ സംരക്ഷിക്കുമെന്ന് പലതിനെക്കുറിച്ചും പറയുന്ന പലരെയും കാണാം. പക്ഷേ ഈ സുന്ദരമായ പ്രകൃതിയെ സംരക്ഷിക്കും എന്ന് പലരും പറയുന്നുണ്ട്, ആരും ഇവിടെ ഇപ്പോൾ ബാക്കിയില്ല. അതുകൊണ്ട് സുൻഹു, അള്ളാഹുവെ നീ ഇതിനെ കാത്തു സൂക്ഷിക്കണേ. സ്വാന എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. സുൻഹു നീ ഇതിനെ കാത്തു സൂക്ഷിക്കണേ. ബിഹൗലി ശക്തി കൊണ്ട്, അൽ വാഹിദ് ഏകനായ, അൽ ഖഹാർ എല്ലാത്തിനും കഴിവുള്ള, എല്ലാത്തിൻ്റെയും മധ്യപനായ അള്ളാഹുവെ നീ ഈ പ്രകൃതിയെയും കാത്തു സൂക്ഷിക്കണേ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ വരി അവസാനിക്കുന്നത്. അപ്പോൾ ഈ കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ബഹ്റുഹു അൽ കാമിൽ, ഈ കവിതയുടെ ട്യൂണ് അതാണ് ബഹർ. 16ഓളം ട്യൂണുകളുണ്ട് അറബിയിൽ. ഈ കവിതയുടെ ബഹർ അൽ കാമിൽ ബഹറാണ്. മുത്തഫായിലുൻ മുത്തഫായിലുൻ മുത്തഫായിലു എന്ന് ആവർത്തിച്ച് 6 പ്രാവശ്യം പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആ ട്യൂണിനെയാണ് മുത്തഫായിലുൻ. നേരത്തെ ആ കവിത പാടിയതും ആ ട്യൂണിലാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം എഴുതിയെടുക്കാം. ജമ്മുകളും ഒക്കെ ശ്രദ്ധിക്കുക. ആശയം ടോട്ടൽ അറബിയിലേക്ക് ഷോർട്ടായി എഴുതാൻ, ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുക. കാരണം അപ്പുറം ആ ചോദ്യമുണ്ട്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ആക്ടിവിറ്റീസ്. അൽ അൻഷിത ദിറാസിയ, പേജ് നമ്പർ 11 നിങ്ങൾക്ക് കാണാം. അതിലൊന്നാമത്തത് നഖ്താറു മിനൽ ജുമലിൽ ആത്തിയ. താഴെ കാണുന്ന സെൻറ്റൻസുകളിൽ നിന്ന് നമുക്ക് നഖ്താറു സെലക്ട് ചെയ്യാം. മാ യുനാസിബു യോജിക്കുന്നത്, മആനിയൽ മൻലൂം നമ്മുടെ കവിതയുടെ ആശയങ്ങൾക്ക് യോജിക്കുന്ന വരികൾ ഏതൊക്കെയെന്ന് നോക്കാം. താഴെ 5 വരി കാണാം. 1 അത്തബീഅത്തുൽ ജമീല, സുന്ദരമായ പ്രകൃതി, ഹിബത്തുള്ള അള്ളാഹുവിൻ്റെ ദാനമാണ്. മറ്റൊന്ന് അൽ ഇൽമു നൂറുൻ, അറിവ് വെളിച്ചമാണ്. വൽ ജഹ്ലു ലലാമുൻ, അജ്ഞത ഇരുട്ടാണ്. മൂന്നാമത്തത് ഖലഖല്ലാഹുൽ അൻഹാറ, അള്ളാഹു നെഹ്റുകളെ പുഴകളെ സൃഷ്ടിച്ചു. വൽ ബിഹാറ, സമുദ്രങ്ങളെയും. വൽ ജിബാല, ജബലുകളെയും മലകളെയും സൃഷ്ടിച്ചു. നാലാമത്തത് ഖലഖല്ലാഹുൽ മൗത്ത, അള്ളാഹു മരണം സൃഷ്ടിച്ചു. വൽ ഹയാത്ത, ജീവിതവും സൃഷ്ടിച്ചു. അഞ്ചാമത്തത് നറൽ മനാലിറൽ അജീബ, നമുക്ക് അത്ഭുതകരമായ
മൻലറുകൾ, ദൃശ്യങ്ങൾ കാണാം. ഫി ജമീഇ അൻഹാ ഇൽ ആലം, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഒരുപാട് അത്ഭുതകരമായ പ്രകൃതി ദൃശ്യങ്ങൾ കാണാം. ഈ കൂട്ടത്തിൽ ഈ 5 ഏതൊക്കെയാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ടത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത്തബിയത്ത്, ഒന്നാമത്തത് അത്തബിയത്തുൽ ജമീല ഹിബത്തുള്ള, അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. ഇത് കവിതയുടെ മൊത്താശയത്തോട് യോജിക്കുന്നുണ്ടെന്ന് പറയാം അല്ലേ. രണ്ടാമത്തത് അൽ ഇൽമു നൂറുൻ, അറിവ് വെളിച്ചമാണ്. അജ്ഞത ഇരുട്ടാണ്. ഇത് നമ്മുടെ പാഠമായിട്ടൊരു ബന്ധമില്ലല്ലോ. മൂന്നാമത്തത് അള്ളാഹു അൻഹാറുകളെയും ബിഹാറുകളെയും ജിബാലുകളെയൊക്കെ സൃഷ്ടിച്ചു. അത് നമുക്ക് പാഠമായി ബന്ധമുണ്ടെന്ന് പറയാം, കാരണം കുന്നുകളും മലകളൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ അള്ളാഹു മൗത്തും ഹയാത്തും സൃഷ്ടിച്ചു. അതും നമ്മുടെ പാഠമായിട്ടൊരു ബന്ധമില്ല. അവസാനം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അജീബായ മനാദിറുകൾ കാണുന്നു. അതും നമുക്ക് പാഠമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാം. അപ്പം 1, 3, 5 ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാം. അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റി, നൊഇദു മുദക്കിറ ഈജാബിയ, നമുക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. മുദക്കിറ ഈജാബിയ, ആസ്വാദനക്കുറിപ്പ്. അനിഷിരി, കവിതയുടെ ഒരു ആസ്വാദനക്കുറിപ്പ്. ജമാലുസുൻ ഇൽ ബാരി എന്നതിന്, അപ്പോൾ ആ കവിത എഴുതിയതാരെന്ന് പറയാം, എന്താണ് അതിൻ്റെ കണ്ടൻസ് പറയാം, അതിൻ്റെ പ്രധാനപ്പെട്ട ആ പ്രയോഗങ്ങളും വാക്കുകളും നമ്മൾ ഷോർട്ടായിട്ടൊരു സമ്മറി എഴുതുക. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. വ്യക്തമായ ആശയങ്ങൾ മനസ്സിലാക്കി അത് അറബിയിലൊരു സമ്മറൈസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിലാണ് എഴുതേണ്ടത്. ഞാനൊരു മോഡൽ ഇവിടെ കാണിക്കാം. ജമാലു സുൻഇൽ ബാരി ഖസീദത്തുൻ നളമഹ അമീറു ഷുഅറ അഹ്മദ് ഷൗക്കി. അമീറു ഷുഅറ അഹ്മദ് ഷൗക്കി രചിച്ച ഖസീദയാണ് ജമാലു സുൻഇൽ ബാരി എന്നത്. ഹുവ അഹദും മിൻ അഷ്ഹുരി ഷുഅറാഇ ഫിൽ അസ്രിൽ ഹദീസ്, ആധുനിക കാലത്തെ കവികളിൽ പ്രശസ്തരിൽ ഒരാളാണ് അദ്ദേഹം. ഹാസൽ മൻദൂമു, ഈ കവിത യഹ്തവി അലാ വസ്ഫി ത്വബീഅ, പ്രകൃതിയുടെ വർണ്ണനയുടെ മേൽ ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ കൽ മനാദിരിൽ ജസാബ, സുന്ദരമായ ദൃശ്യങ്ങളെയും, വൽ മഷാഹിദിൽ ജമീല, സുന്ദരമായ കാഴ്ചകളെയൊക്കെയാണ് ഈ കവിത ഉൾക്കൊള്ളിക്കുന്നത്. അല്ലത്തി തദുല്ലു അല ബദാഇ ആസാരിൽ ഖാലിഖ്, സൃഷ്ടാവിൻ്റെ സുന്ദരമായ സൃഷ്ടിപ്പിൻ്റെ മേലിൽ അറിയിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അതിൻ്റെ വർണ്ണനയാണ് ഈ കവിതയിലൂടെ ഉള്ളത്. നമ്മൾ നേരത്തെ കവിതയുടെ കണ്ടൻസ് വായിക്കുമ്പോൾ അവിടെ വായിച്ച അതേ വാക്കുകൾ തന്നെയാണത്. ഫി ബിദായത്തിൽ ഖസീദ, കവിതയുടെ തുടക്കത്തിൽ യതുലുബു ഷാഇറു, കവി ആവശ്യപ്പെടുകയാണ് സ്വദീഖഹു, തൻ്റെ കൂട്ടുകാരനോട്, ലി യഖിഫ ഹുനാഖ്, അവിടെ നിൽക്കാൻ, വയൻദുറ ഇല സുൻഇൽ ബാരി, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ ഒന്ന് നോക്കാൻ, വ ജമാലിഹ അൽ അജീബ, അത്ഭുതകരമായ അതിൻ്റെ സൗന്ദര്യത്തെയും ഒന്ന് നോക്കാൻ ആവശ്യപ്പെടുകയാണ്. വയതഅമ്മല ഫി ഇബ്ദാ ഇല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ, ചിന്തിക്കാനും ആവശ്യപ്പെടുകയാണ്. വ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കൂട്ടുകാരനോട് ആവശ്യപ്പെടുന്നതായിട്ടാണ് കവിതയുടെ തുടക്കത്തിൽ നമുക്ക് കാണുന്നത്. യഖൂലു ഷാഇർ, എന്നിട്ട് കവി പറയുന്നു, ഇന്നൽ അർള വസ്സമാ, ആകാശവും ഭൂമിയും, ഇഹ്തസ്സത, രണ്ടും പ്രകമ്പനം കൊണ്ടു, ബി ജമാലി ഹാസിഹി ത്വബീഅ, ഈ പ്രകൃതിയുടെ ഭംഗി കണ്ടുകൊണ്ട്. സുമ്മ യുഷബ്ബിഹു, പിന്നെ കവി സാദൃശ്യപ്പെടുത്തുകയാണ്, മൻദറൽ ഗദീറത്തി, ആ തോടിൻ്റെ അരുവിയുടെ ആ ദൃശ്യത്തെയും, വ മഹൗലഹു, അതിന് ചുറ്റുമുള്ള, മിനൻ നബാതാത്തി, ചെടികളെയും, അൽ ഖദിറ, പച്ചപ്പുള്ള ചെടികളെയൊക്കെ സാദൃശ്യപ്പെടുത്തുകയാണ്. ബി മിർആത്തിൻ, കണ്ണാടിയോട്, സഹത്ത് ബി ഇത്വാരിൻ, ഫ്രെയിമിൽ തിളങ്ങുന്ന, വ യുഷബ്ബിഹു, എന്നിട്ട് കവി സാദൃശ്യപ്പെടുത്തുകയാണ് ജറിയൽ മാ, ഈ വെള്ളത്തിൻ്റെ ആ ഒഴുക്കിനെ, വ ഹരീറഹു, അതിൻ്റെ മർമ്മരത്തെയും, ബി അനാമിലിൻ മറത്ത് അല ഔത്താരിൻ, കമ്പികളിൽ നടന്ന വിരലിൽ തുമ്പിലിനോട്. യസിഫു അഷായിർ അസ്സമ, ആ ആകാശത്തെ വർണ്ണിക്കുകയാണ്, ബി അന്നഹ അൻഹുറുൻ മുൻഷക്ക, അത് കാണുമ്പോൾ പൊട്ടിപ്പിളർന്ന പുഴകളെപ്പോലെയുണ്ടെന്ന്. വയഖൂലു ഹാദൽ മക്കാൻ അല്ലദീ യഖൂമു ഷാഇറു, കവി ഇപ്പോൾ നിൽക്കുന്നതായ മക്കാൻ, സ്ഥലം, അദ്ദേഹം പറയുന്നു,
അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം, അമാമഹു എന്തിൻ്റെ മുന്നിലാണോ അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്, ആ പ്രകൃതി മുഹീത്തുൻ ചുറ്റപ്പെട്ടതാണ് ബി ജബലാനി 2 പർവ്വതങ്ങളെ കൊണ്ട്. ഒന്ന് മിൻ സഹ്രിൻ പാറക്കെട്ടുകൾ കൊണ്ടുള്ള മലകളാണ്, മറ്റൊന്ന് വമാഇൻ വെള്ളം കൊണ്ടുള്ള മലയാണ്. വൽ ബദ്റു വൽ കവാക്കിബുൽ മുളിഅ ചന്ദ്രനും തിളങ്ങുന്ന നക്ഷത്രങ്ങളും തൻലുറു ഇലാദാരിഹി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നോക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. അഖീറൻ അവസാനമായി യഖൂലു കവി പറയുന്നു, ഇന്നഹു യുക്രിലു ഷിഅറ അദ്ദേഹം കവിത രചിച്ചത് ലിരിലല്ലാഹ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. റസൂൽ റസൂലിൻ്റെയും മുഖ്താറായ റസൂലിൻ്റെയും തൃപ്തിക്ക് വേണ്ടിയാണ്. ലാ യുരീദു അറളൽ ഹയാത്തി അദ്ദേഹം ജീവിതത്തിൻ്റെ സുഖം, ഈ ലോകത്തിൻ്റെ സുഖം ഉദ്ദേശിച്ചു കൊണ്ടല്ല പ്രകൃതിയെ ഇങ്ങനെ വർണ്ണിക്കുന്നത്. വയദു ഇഷാഇർ കവി അവസാനം പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട് ലി യസൂന ഹാസിഹി ത്വബിഅ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ, കാത്തുസൂക്ഷിക്കാൻ, വജമാലഹ അതിൻ്റെ ഭംഗിയെയും കാത്തുസൂക്ഷിക്കാൻ അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് നസ്കുറു മിനൽ അബിയാത്തി തലിയ. താഴെ കാണുന്ന ബൈത്തുകളിൽ നിന്ന് നമുക്ക് പറയാം മാ യുവാഫിഖു യോജിക്കുന്നത്, മൈനൽ മൻലൂമി നമ്മുടെ ജമാലു സുൻഇൽ ബാരി എന്ന മൻലൂമിൻ്റെ ആശയത്തോട് യോജിക്കുന്ന വരികൾ താഴെ കാണുന്ന 4 കവിതാ വരികളിൽ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കവിത കുംലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല അഹമ്മദ് ഷൗക്കിയുടെ തന്നെയാണ്. നിങ്ങൾ നിൽക്കണം, ലിൽ മുഅല്ലമി അധ്യാപകനെ കണ്ടാൽ അധ്യാപകന് വേണ്ടി നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ അധ്യാപകനെ കാണുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. വഫിഹി അദ്ദേഹത്തിന് നിങ്ങൾ പൂർണ്ണമായും നൽകണം തബ്ജീല തഅലീമ ബഹുമാനം. കാരണം കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല കാദ അടുത്തായിരിക്കുന്നു, അൽ മുഅല്ലിം ഒരധ്യാപകൻ, അൻ യകൂന ആകാൻ, റസൂലൻ പ്രവാചകനാകാൻ അടുത്തായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ആ സ്ഥാനം, അല്ലുലമാ വറസത്തുൽ അംബിയ എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അപ്പോൾ ആ സ്ഥാനം, ഇന്നത്തെ റസൂലിൻ്റെ സ്ഥാനത്താണ് മുഅല്ലിമുള്ളത് എന്ന രീതിയിലാണ് കവി പറയുന്നത്. അതും നമ്മുടെ കവിതയായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ അത് നമ്മുടെ കവിതയുടെ ആശയത്തോട് യോജിക്കുന്ന വരിയല്ല എന്ന് മനസ്സിലാക്കാം. അടുത്തത് തഅമ്മൽ നീ ചിന്തിക്കണം, ഫി നബാത്തിൽ അർലി ഈ ഭൂമിയിലുള്ള ചെടികളെക്കുറിച്ചും, വൻദുർ എന്നിട്ട് നീ നോക്കണം, ഇല ആസാരി മാ സന അൽ മലീക് രാജാതിരാജനായ മലീക്കായ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കണം. അപ്പോൾ അത് നമ്മുടെ ഈ വരിക്ക് യോജിക്കുന്നതാണ്, ഈ കവിതയ്ക്ക് യോജിക്കുന്നതാണ്. അടുത്തത് ഹാദിഹി ദുനിയ ഈ ദുനിയാവ് അൽ ജമീലായി സുന്ദരമായ ഈ ദുനിയാവ് ബൈന ഖഫ്രിൻ വ ഹമീൽ ഖഫ്ർ എന്ന് പറഞ്ഞാൽ വിജനമായ സ്ഥലം എന്നാണ്. ഈ ദുനിയാവിൽ വിജനമായ സ്ഥലമുണ്ട്, അതുപോലെ തന്നെ വ ഹമീല എന്ന് പറഞ്ഞാൽ മരങ്ങൾ നിറഞ്ഞ സ്ഥലം എന്നാണ്. അപ്പം മരങ്ങൾ നിറഞ്ഞ സ്ഥലവും ഒന്നുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളൊക്കെ കൂടിയതാണ് ഈ ദുനിയാവ്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അടുത്തത് ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഇത് വളരെ പ്രശസ്തമായ ബാനത്ത് സ്വാദ് എന്ന കവിതയുടെ ഒരു വരിയാണ്. നബിയെ വിശ്വസിക്കാതെ നബിയോട് ശത്രുത പുലർത്തി അവസാനം നബിയുടെ മുമ്പിൽ വന്ന് മുസ്ലിമായി കഅബ് ബിൻ സുഹൈർ എന്ന ആ സഹാബി പാടിയതാണ്. നബിയെ വിശേഷിപ്പിക്കുന്ന വരികളാണ്. ഇന്നർ റസൂല തീർച്ചയായും ഈ പ്രവാചകൻ ലസൈഫുൻ യുസ്തളാഉ ബിഹി മറ്റുള്ളവർക്ക് വെളിച്ചമേകുന്ന അല്ലെങ്കിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു വാള് പോലെയാണ്. മുഹന്നദുൻ ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട വാള് പോലെയാണ്. മിൻ സുയൂഫില്ലാഹി അള്ളാഹുവിൻ്റെ വാളാണ്, ഊരിപ്പിടിച്ച വാളാണെന്നൊക്കെ പറഞ്ഞ് നബിയെക്കുറിച്ച് പുകഴ്ത്തുന്ന വരിയാണ്. അപ്പോൾ ഇത് ഈ പ്രകൃതി ഭംഗിയുമായി ഒരു ബന്ധവുമില്ല. അപ്പോൾ 2-3 വരികളാണ് ഈ പ്രകൃതി ഭംഗിയുമായി ബന്ധപ്പെട്ട കവിതയുടെ ആശയവുമായി ബന്ധപ്പെട്ട വരികളെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 12ാമത്തെ പേജിൽ 4ാമത്തെ അൻഷിത നുക്കാരിനു ബൈന അഹമ്മദ് ഷൗക്കിയെയും ഹാഫിൽ ബക്ക് ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ സമകാലികനായ ഹാഫിൽ ബക്ക് ഇബ്രാഹിമിനെയും നമുക്കൊന്ന് നുക്കാരിനു
താരതമ്യം ചെയ്യാം. എന്നിട്ട് വനക്തുബു ഫിക്ര അൻ ഹാഫിൽ ബക്ക് ഇബ്രാഹിമിനെ കുറിച്ചൊരു ഫിക്ര നമുക്കൊരു പാരഗ്രാഫ് നമുക്ക് എഴുതാം, ഒരു പ്രൊഫൈൽ എഴുതാം. ബി മുസാഅദത്തിൻ നിക്കാത്തി താലിയ താഴെയുള്ള പോയിൻറ്റ്സുകളുടെ സഹായത്തോടെ. എങ്ങനെ പോയിൻറ്റ്സുകൾ തന്നാൽ പ്രൊഫൈൽ ഉണ്ടാക്കാം എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഉലിദ സന അൽഫ് വ സമാനുമിഅ വ ഇസ്നൈൻ വ സബ്ഈൻ 1872 അദ്ദേഹം മിസ്റിൽ തന്നെയാണ് ജനിക്കുന്നത്. ഷാഇറുൻ നീൽ, നൈലിൻ്റെ കവി എന്നാണ് നേരത്തെ അഹമ്മദ് ഷൗക്കി അമീർ ഷുറാവ് പറഞ്ഞതുപോലെ ഇദ്ദേഹം ഷാഇറുൻ നീൽ എന്നാണ് അറിയപ്പെട്ടത്. നഷഅ യത്തീമൻ, യത്തീമായിട്ടാണ് വളർന്നത്. കഫലഹു ഖാലുഹു, തൻ്റെ ഉമ്മയുടെ സഹോദരനാണ് കഫലഹു അദ്ദേഹത്തെ പിന്നീട് പരിരക്ഷിച്ചത്, നോക്കിയത്. ഖിദ്മാത്തുഹു അൽ അദബിയ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ പ്രധാനപ്പെട്ടത് ദീവാനു ഹാഫിൽ, ഹാഫിലിൻ്റെ കവിതാ സമാഹാരം എന്ന പേരിൽ. മറ്റൊന്ന് അൽ ബുഅസാ എന്ന കൃതിയുണ്ട്. ലാബിത്തു ജയ്ഷിൻ, ഒരു സൈനികനായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. വഫാത്ത് 1932 ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ചെറിയൊരു പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് ആദ്യം ആരാണ് അദ്ദേഹം എന്ന് പറയണം, എന്നിട്ടല്ല ജനനം. അപ്പോൾ ഹാഫിൽ ഇബ്രാഹിം എന്ന് ടൈറ്റിൽ കൊടുക്കുക. ഞാനൊരു മോഡൽ പറയാം. മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം ഹുവ മിൻ അഷ്ഹരി ഷുഅറാഇൽ അറബ്, അറബി കവികളിൽ ഏറ്റവും ഫേമസായ മഷ്ഹൂറായ കവികളിൽ ഒരാളാണ് ഇദ്ദേഹം. ഫിൽ അസ്രിൽ ഹദീസ്. വയുലഖബു ബി ഷാഇറുൻ നീൽ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഉലിദ ബി മിസ്റിലാണ് 1872 ജനിക്കുന്നത്. തൂഫിയ വാലിദുഹു, തൻ്റെ പിതാവ് മരിച്ചു പോയിരുന്നു. വഹുവ സഗീറുൻ, ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരിച്ചു. വനശഅ യത്തീമൻ, അങ്ങനെ യത്തീമായിട്ടാണ് വളർന്നത്. കഫലഹു ഖാലുഹു ബഅദ വഫാത്തി അബീഹി, ഉപ്പയുടെ മരണശേഷം തൻ്റെ ഖാലാണ് അദ്ദേഹത്തെ നോക്കിയത്. ഇൽതഹഖ ബിൽ മദ്രസത്തിൽ ഹർബിയ എന്ന സ്കൂളിൽ ചേരുകയും വതഖറജ മിൻഹ, അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു. സുമ അമില ലാബിത്തൻ ഫിൽ ജയ്ഷി, പിന്നെ സൈന്യത്തിലൊരു സൈനികനായി ജോലി ചെയ്തു. ഫി സൂഡാനിലാണ് സൈനികനായി ജോലി ചെയ്തത്. ബഅദ സനവാത്തിൻ, അല്പം വർഷങ്ങൾ. സുമ തറക്കഹ, പിന്നെ ആ ജോലി ഉപേക്ഷിക്കുകയും വത്തജഹ ഇല ഷീരി, കവിതാ രംഗത്തേക്ക് വരികയും ചെയ്തു. അങ്ങനെ സാറ ഹാഫിൽ ഇബ്രാഹിം ഷാഇറ ഷഅബി, നാട്ടുകാരുടെ കവിയായി. അൽ മിസ്രി, നാട്ടുകാരുടെ കവിയായി. അന്ന് ഇംഗ്ലീഷുകാരൊക്കെ ഈജിപ്തിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അധിനിവേശ ശക്തികളുടെ വല്ലാത്ത പിടിയിലകപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവർക്കെതിരെ ശബ്ദിച്ച് നാട്ടുകാരെ ഒരുമിക്കാൻ തൻ്റെ കവിതകൾ കൊണ്ട് കഴിഞ്ഞിരുന്നു. ലഹു ആസാറുൻ ഷെരിയ ഓഫീറ, അദ്ദേഹത്തിന് ധാരാളം കവിതാ കൃതികളുണ്ട്. ലഹു ദീവാനുൻ കബീറുൻ, ഒരു വലിയ കവിതാ സമാഹാരം തന്നെയുണ്ട്. അത് ദീവാനു ഹാഫിൽ എന്നാണ് അതിൻ്റെ പേര്. ഫി സലാസത്തി അജ്സായിൻ, 3 വോളിയങ്ങളാണ് അതുള്ളത്. ലഹു കുത്തുബുൻ നുഖ്റ, മറ്റ് പല പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ. അതിൽപ്പെട്ട ഒന്നാണ് അൽ ബുഅസാ, മറ്റൊന്നാണ് തർബിയ വൽ അഖ്ലാഖ്. അദ്ദേഹം വഫാത്താകുന്നത് 1932. അടുത്തത് 5ാമത്തെ അൻഷിത. നുഷാഹിദ് ഫീജിയോ അനിത്തബിഇയ, പ്രകൃതിയെക്കുറിച്ചുള്ള വീഡിയോ കാണുക. എന്നിട്ട് നുഇദു മൻലൂമത്തൻ, കവിത തയ്യാറാക്കാം. ഔ അൽ മുദക്കിറത്തൻ, അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാം. അനിത്തബി, ആ പ്രകൃതിയെക്കുറിച്ച്. ബി മുസാഅദത്തിൽ അൽഫാൽ തലിയ, താഴെ കൊടുക്കുന്ന വാക്കുകളുടെ സഹായത്താൽ. ലഫ്ലുകൾ താഴെ കുറേ കൊടുത്തിട്ടുണ്ട്. ജമീല, സുന്ദരമായ. നലീഫ, വൃത്തിയുള്ള, ക്ലീൻ ഉള്ള. ഫളീല, ശ്രേഷ്ഠമായ. മദീഹ, സ്തുത്യർഹമായ. നഖിയ, ശുദ്ധമായ. മജീദ, മഹത്തായ. ബദീഅ, സുന്ദരമായ. അജീബ, അത്ഭുതമുള്ള. ഈ വാക്കുകളൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് കവിതയുണ്ടാക്കാം, മുദക്കിറ ഉണ്ടാക്കാം അല്ലേ. ഹാസിഹി ദുന്യ ജമീല, ഒരു വരിയായില്ലേ. ഇങ്ങനെ നമ്മൾക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഇത്തരം നമ്മൾ സ്വന്തം ഒരു കവിത ഉണ്ടാക്കി നോക്കാം. അടുത്തത് മിസ്റുകാരനായ കവിയെക്കുറിച്ചാണ് നാം ഇപ്പോൾ പറഞ്ഞത്. 2 കവികളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം മിസ്ർ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. മിസ്ർ ദൗലത്തുൻ അറബിയ, ഒരു അറബി രാഷ്ട്രമാണ്. ഇസ്മുഹ അർ റസ്മി, ഔദ്യോഗികമായതിൻ്റെ പേര് ജുംഹൂരിയത്തു മിസ്ർ അൽ അറബിയ എന്നാണ്. അറബിക് ഈജിപ്റ്റ് റിപ്പബ്ലിക് എന്നാണ്.
വ ദിയാനത്തുഹ റസ്മിയ, അതിൻ്റെ ഔദ്യോഗിക മതം ഇസ്ലാമാണ്. തഖഉ ഫി ഷിമാലി ഷർഖി, കിഴക്ക് വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. മിൻ കാറത്തി ആഫ്രിക്കിയ, ആഫ്രിക്ക ഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മസാഹത്തുഹ, അതിൻ്റെ ദൂരം ചുറ്റളവ് 10,24,050 കിലോമീറ്റർ മുറബ, ചതുരശ്ര കിലോമീറ്ററാണ്. മിസ്ർ മർക്കസു സഖാഫത്തി വൽ ഉലൂം, ഈജിപ്ത് സംസ്കാരത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും കേന്ദ്രമാണ്. വൽ മആരിഫ്, വിദ്യാഭ്യാസത്തിൻ്റെയും കേന്ദ്രമാണ്. ഖദീമൻ വ ഹദീസൻ, പണ്ടും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ. ഹിയ മഖറു ജാമിഅത്തിൽ അസ്ഹർ അഷരീഫ്, വിശുദ്ധ അസ്ഹർ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണത്. തഷ്തരിക്കു മിസ്ർ ബി ഹുദൂദിൻ മിനൽ ഗർബ്, മിസ്റിൻ്റെ അതിർത്തികൾ, അത് അതിർത്തി പങ്കിടുന്നത് ബി ഹുദൂദിൻ, അതിൻ്റെ ബൗണ്ടറി, മിനൽ ഗർബി പടിഞ്ഞാറ് ഭാഗത്ത്, മാ ലീബിയ വമിനൽ ജനൂബ് തെക്ക് ഭാഗത്ത്, മാ സൂദാൻ വമിന ഷിമാൽ വടക്ക് ഭാഗത്ത്, അഷർഖി വടക്ക് കിഴക്ക് ഭാഗത്ത് ഇസ്രായേൽ, അതുപോലെ വഖിതാഇ ഗസ പ്രദേശം. അഗ്ലബു സുഖാനി മിസ്ർ, മിസ്റിലെ ഭൂരിഭാഗം ജനങ്ങളും ഫി വാദി അന്നൈൽ, നൈൽ തീരത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇതോടെ നമുക്ക് 1ാം യൂണിറ്റിലെ ആദ്യ കവിതയും അതിൻ്റെ അൻഷിതാത്തുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പാഠം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അറബിയിൽ സ്വയം എഴുതാനുള്ള കഴിവുണ്ടാക്കുക. ഈ വിവരണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള പാഠങ്ങൾ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.